നിങ്ങളിപ്പോൾ വാഹനം എടുത്തിട്ട് എത്ര നാളായി? എടുത്തിട്ട് ഒരു 4-5 മാസമായി. 5 മാസമായി. എന്താ എങ്ങനെയുണ്ട് വെഹിക്കിൾ പൊതുവെ അഭിപ്രായം എന്താണ്? ബൈക്കുകളൊക്കെ എൻഫീൽഡിനോടുള്ള ഒരു ക്രേസിയാണ് നമ്മൾ ഇതൊക്കെ എടുക്കാൻ കാരണം. കൂടാതെ ഇതിനോടുള്ളൊരു വിശ്വാസം. പക്ഷേ എടുത്ത ശേഷം ഒന്ന് പറയൽ അതിപ്പോൾ ഇവരത് പൊതുവായിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. അല്ല, അത് നിങ്ങൾ ഇതിനു മുന്നേ വേറെ ഏതെങ്കിലും 2 വീലർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസും പിന്നെ എത്ര കൊല്ലമായി വാഹനം ഓടിക്കുന്നു? കരിഷ്മ കേസ് ഞാനൊരു 20 കൊല്ലമായി. 20 കൊല്ലമായിട്ട് കുറഞ്ഞത് എത്ര വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടാവും? ഇത്ര കമ്പനിയുടെ വാഹനം? കമ്പനികളുടെ വാഹനം ഞാനൊരു 5-6 കമ്പനി, ഹോണ്ട, ഹീറോ ഹോണ്ട, ബജാജ്, ഇതൊക്കെ ഞാൻ ഓടിച്ച പൈസ. പക്ഷെ അതിലൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകത ഇതിൻ്റെ അകത്തുള്ളത്? അല്ല, ഇതിൽ ആ ഒരു കംഫേർട്ടും പിന്നെ നമുക്കുള്ളൊരു ദൂരയാത്ര കംഫേർട്ടിനുള്ള ഒരു സംഭവങ്ങളാണ് എൻഫീൽഡ്. എന്നിട്ട് ഇതിൽ എൻഫീൽഡ് എടുക്കാം എന്നുള്ളൊരു വിശ്വാസം, എൻഫീൽഡിനുള്ളൊരു കംഫേർട്ട് ഉണ്ടല്ലോ യാത്രയിലുള്ള. അത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? യാത്രയിൽ അത് കിട്ടുന്നുണ്ട്. പക്ഷെ ചില പ്രശ്നങ്ങൾ ഒഴിച്ച് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതിൻ്റെ. ഒന്ന് പാർട്സ് നമ്മൾ ഇപ്പോൾ തന്നെ 2000 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു പ്രാവശ്യം വഴിയാലാക്കിയത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാർബറേറ്ററിൻ്റെ റബ്ബർ പാർട്സാണ് പൊട്ടിയത്, ഇതാണ് പൊട്ടിയത്. പിന്നെ പറയൽ അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്, വൈബ്രേഷൻ വരുന്നത്. മിററിലുള്ള വിസിബിലിറ്റി ഇല്ല, ഒരിക്കലും ഇല്ല, ഒന്നും കിട്ടുന്നില്ല. വിസിബിലിറ്റി